ബോധമില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വിവരം ബോധമില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വിവരമില്ലാതെ ബോധമില്ലാതെ നീക്ക് എന്തിനെങ്ങനെ ബോധമില്ലാതെ പറയാൻ നടക്കുന്നത്? ഇത്രയെങ്കിലും ബോധം ഈ ലൈവിലേക്ക് വരുമ്പോ ഇത്രയെങ്കിലും ഒരു ബോധം ഉണ്ടാക്കണ്ടേ? ഞങ്ങളൊന്നും വേണ്ട, നീ നിന്നെ മാത്രം ഇപ്പൊക്കെ പറഞ്ഞാ മതി. നീ മണ്ടത്തരം കാണിച്ചിട്ട് ഈ ലൈവിൽ വരുന്ന എല്ലാവരെയും കൂടെ അതിനകത്ത് പിടിച്ചിടണ്ട. നിനക്കും ഞാൻ തന്ന ഒരു പോയിന്റാ. ഉള്ള മണ്ടത്തരം എഴുതി വെച്ചിട്ട് എല്ലാരെയും കൂടെ അതിനകത്ത് പിടിച്ചിടുക, ഞങ്ങളൊന്നു പോലും. ആദ്യം നീ ഒറ്റയ്ക്ക് ഇന്ന് ജീവിക്കാൻ ശ്രമിക്കുക, അപ്പോഴേ നിനക്കറിയുള്ളൂ. ഇന്ന് കണ്ണകിയെ പോലെയുണ്ട് ചെല്ലക്കുട്ടി കാണാൻ ആ തുടുത്ത കവിൽ ഒരു ഉമ്മ. ആയിക്കോട്ടെ. 7588755593 അതിലേക്ക് എല്ലാവരും ദാനധർമ്മം ചെയ്യൂ. ഇന്ന് ഞാൻ ലൈവ് ചെയ്യുന്നോണ്ട് ഇങ്ങനെ വന്നിരുന്നു. ഈ ലൈവിനകത്ത് കുറെ എണ്ണത്തിനെ ഞാൻ മേടിക്കാൻ ശ്രമിക്കാം. അപ്പൊ നീ അടുത്തത് അവിടെ വന്നിരുന്നു എന്ന് അങ്ങോട്ട് കരയുക. എനിക്ക് ലൈവ് ചെയ്യുക ചെവിയുടെ കീഴിലോട്ട് വരും. നാഗാദേവി, വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്തു തരുമോ? തിരിച്ചു തരാം. വേണ്ട. വിശപ്പ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിന്റെ അടുത്തേക്ക് പോവുക, അവരോട് ചെന്ന് ചോദിക്കുക, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ഇത്തിരി ആഹാരം തരാൻ പറയാം. അവര് തന്നോളൂ കേട്ടോ. നീ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് വലിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി എടുക്ക്. മനസ്സിലായോ? എന്ത് ചോണ പറയാൻ. നീ ഇന്ന് ഇങ്ങോട്ട് പോവാ. ഇവിടെ വന്ന വിശപ്പ് മാറാനുള്ള ഭക്ഷണം ഞാൻ തരാം. നിനക്ക് വിശപ്പാണോ? എങ്കിൽ ഇങ്ങോട്ട് പോവാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിന്റെ മുന്നിലോട്ടില്ലേ, ഭക്ഷണശാലയുടെ മുന്നിലോട്ട് ചെന്ന് പറയാം എനിക്ക് വിശക്കുന്നുവെന്ന്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാ. 100 രൂപ ഇപ്പൊ ഇട്ട് കൊടുക്കണമെന്ന് പോലും. നല്ല മറുപടി എന്ന് പറയുന്നത് നല്ല മറുപടിയാ. നിനക്കൊക്കെ ഇത്തിരി അഹങ്കാരമുണ്ട്. അഹങ്കരിക്കുക. നീയൊക്കെ അഹങ്കാരം മാറ്റണമെങ്കിൽ ഞാൻ മാത്രമേ പറ്റുള്ളൂ. നേരുള്ളോളെ നെറിയുള്ളോളെ ദേവിക്കുട്ടി, എന്റെ ദേവിക്കുട്ടി. കണ്ണന്റെ പാട്ടാന്ന് പറഞ്ഞപ്പോഴാ രാവിലെ എല്ലാത്തിനും ഞാൻ കൂലി വെച്ചിട്ടുണ്ട്. എന്റെ ഇൻഷോട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും തരുന്നുണ്ട്, എല്ലാവർക്കും തരുന്നുണ്ട്. വരിവരിയായിട്ട് നിൽക്കുക. ഞാനിന്ന് ഒന്ന് രാവിലെ ദാനധർമ്മം ചെയ്തിട്ട് വരട്ടെ. ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നിഷ 101 രൂപ. നിഷ കേവി നല്ല വരവാ. 101 രൂപ മോളെ. ആ 101 രൂപ നിഷയുണ്ടല്ലോ, 101 രൂപ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചു തന്നു. മോളുടെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പരും കൂടെ അവിടേക്കൊന്ന് ആഡ് ചെയ്ത്, മുഴുവൻ നമ്പർ. കാരണം പിന്നീട് എനിക്ക് മോളെ തിരക്കി പിടിക്കാൻ ഇവിടെ കാണത്തില്ല. കാരണം ഇങ്ങനെ ഗൂഗിൾ പേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ചെയ്യുന്നതുകൊണ്ട് ആരൊക്കെ എവിടെ എങ്ങനെ പൈസ ഇട്ടതൊന്നും എനിക്ക് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ ഫോൺ നമ്പരും കൂടെ ഗൂഗിൾ പേ നമ്പരും കൂടെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. രാവിലെ 101 രൂപ കിട്ടി. അതുപോലെ ഇങ്ങോട്ട് അപ്പോഴേ 500 രൂപ ചിത്രയ്ക്ക്, 500 രൂപ ശങ്കരൻ നമ്പൂതിരിക്ക്, രാജി 6 500.
ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ കിടപ്പുണ്ടെന്ന് നോക്കട്ടെ. 266 രൂപ കിടക്കണം. രേഖാമണി ഒരു കാര്യം ചെയ്യാം. ഇവിടൊക്കെ കിടന്നോട്ടെ. രേഖാമണി മോളെ രേഖാമണിയും ഈ പറയുന്ന കുറച്ചു മുമ്പ് ദാനധർമ്മം ചെയ്ത ആ മോളൊക്കെ നിങ്ങളുടെ നമ്പറുകൾ ഒന്ന് കാട്ടു കുട്ടികളെ.